തഴച്ചു വളർന്ന കറിവേപ്പ് കണ്ടോ? വേരിൽ നിന്ന് വരെ പൊട്ടി തൈകളുണ്ടാവും കേട്ടോ. ഇത്രയും മുഴുപ്പുണ്ടത്, ഒരു കേടുമില്ലാത്ത കണ്ടോ. തൈകൾ കണ്ടോ, വേരിൽ നിന്ന് പൊട്ടി മുളച്ച് തൈകളുണ്ടായി. കുറേ തൈകളുണ്ടായിട്ടുണ്ട്, അതിന് ഒരു കേടുമില്ല. ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ, കറിവേപ്പിലയിലെ പൂ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? കറിവേപ്പ് തഴച്ചു വളരാനും ഉഷിയായിട്ട് നിൽക്കാനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. നല്ല പുളിച്ച തൈര് നല്ലതാണ്. ഒരു അര ഗ്ലാസ് തൈര്, അത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് സ്പ്രേ ചെയ്താൽ മതി ഇലകളിലൊക്കെ. അപ്പോൾ നല്ല അതിന് കേടൊക്കെ പൊക്കോളും, മഞ്ഞളിപ്പ് രോഗമൊക്കെ. പിന്നെ ഒരു നാരങ്ങ മുറിയില്ലേ, ഒരു നാരങ്ങ മുറി പിഴിഞ്ഞിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ, 1 ഗ്ലാസ്സല്ല 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അത് സ്പ്രേ ചെയ്താൽ മതി. നല്ലതാണ്, തഴച്ച് വളരും. കറിവേപ്പ് തഴച്ച് വളരും. കഞ്ഞിവെള്ളത്തിലോ അരി കഴിയ വെള്ളത്തിലോ ആണെങ്കിലും നമുക്ക് അത് ചെയ്യാം. കറി ലീവ്സിന് നല്ല മണമുണ്ട്, അതിൻ്റെ പൂവിനും അതിനേക്കാളും നല്ല മണമുണ്ട്. സവാള തൊലിയില്ലേ, വെള്ളത്തിയിട്ട് അലിയിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ കറിവേപ്പ് വളരും. ഇതിന് പുളിരസം നല്ല ഇഷ്ടമാണ്. അതിൻ്റെ വെറും നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങ തൊലി അല്ല 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞിട്ടില്ലേ, ഡിഷ് വാഷ് 1 തുള്ളി ചേർക്കുക, 1-2 തുള്ളി, എന്നിട്ട് സ്പ്രേ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്താൽ മതിയേ. പിന്നെ തഴച്ച് വളരാനില്ലേ, ഇതിൻ്റെ മണ്ടയെ ഒടിച്ച് കറിവേപ്പില എടുത്താൽ മതി. നല്ലപോലെ തഴച്ച് വളരും. ഇതിൻ്റെ മണ്ട ഇങ്ങനെ കൈ കൊണ്ട് ഒടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ബുഷിയായിട്ട് നിന്നോളും കറിവേപ്പ്. കണ്ടോ, ഒരു കേടുമില്ല കറിവേപ്പിന്. പണ്ട് കറിവേപ്പിന് എന്തോ ഇലയിലെല്ലാം പുഴു വന്ന് ഞങ്ങളതിനില്ലേ സാപ്പ് തളിച്ചു കൊടുത്തു. അപ്പോൾ സാപ്പ് തളിച്ചു കൊടുത്ത് 1-2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില എടുക്കത്തുള്ളൂ. പിന്നെ നല്ലപോലെ കഴുകിയെടുക്കണം, പുഴു പോകാൻ വേണ്ടി. ഇപ്പം പുഴുവൊന്നുമില്ല. കണ്ടോ, നല്ല തളിരിലയായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇതിലാണ് പൂവുണ്ടായത് കണ്ടോ. ഇത് ഭയങ്കര കേടായിരുന്നു. ഇപ്പം നല്ലപോലെ ഞങ്ങൾ മരുന്നൊക്കെ ചെയ്ത് നന്നാക്കിയെടുത്തു. ഒരു നാരങ്ങ 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അത് നല്ലപോലെ സ്പ്രേ ചെയ്തു ആഴ്ചയിലൊന്ന്. അപ്പോൾ നല്ലപോലെ കേടൊക്കെ മാറി. കണ്ടോ, നിൽക്കുന്ന കണ്ടോ, ഒരു കേടുമില്ല. മഞ്ഞളിപ്പ് രോഗം മാറാൻ 1 ഗ്ലാസ് അല്ല 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് തൈര്, നല്ല പുളിപ്പിച്ച തൈര്, 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് അലിയിപ്പിച്ചിട്ട് ഇളക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി. കണ്ടോ, നല്ല രസമല്ലേ കറിവേപ്പിൻ്റെ പൂ കാണാൻ. നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുനാരങ്ങ ഉണ്ട്, അത് വെച്ച് ചെയ്യാം. പുളിപ്പിച്ച തൈരുണ്ട്, അത് വെച്ച് ചെയ്യാം. ഞാനിവിടെ കഞ്ഞിവെള്ളത്തിൽ അരി കഴിയ വെള്ളത്തിലൊക്കെ പുളിപ്പിച്ച തൈര് കലർത്തി അങ്ങോട്ട് അതിൻ്റെ ചുവട്ടിലോട്ടൊക്കെ ഒഴിക്കും. അപ്പോൾ ഇതിന് ഒരു കേടുമില്ല. കണ്ടോ, മണ്ടയൊടിച്ച് നമുക്ക് എടുക്കാം. അപ്പം നല്ല ബുഷിയായിട്ട് നിന്നോളും, ചെറുമരമായിട്ട് നിന്നോളും കേട്ടോ. കണ്ടോ, ഇതുപോലെ മണ്ടയൊടിക്കും കണ്ടോ, ഇത്രയും വെച്ച് ഒഴിക്കുക. കണ്ടോ, നല്ല ബുഷിയായിട്ട് നല്ല ചെറുമരമായിട്ട് നിൽക്കും. നല്ല രസമല്ലേ പൂവുണ്ടായി കാണാൻ. ഒക്കെ ഒരു കേടും ഇല്ലാത്ത കണ്ടോ, നല്ല ഇലയല്ലേ. കറിക്കകത്തും മോരിൻ്റെ അകത്തും തൈരിൻ്റെ അകത്തും എല്ലായിടത്തും ഇടുകയും ചെയ്യാം. ഒരു വീട്ടിൽ ഒരു കറിവേപ്പ് വേണം. ആദ്യമൊന്നും പിടിക്കാമല്ല, പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ലപോലെ പിടിക്കും. 1 മുറി നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പ് വളർത്തിയെടുക്കാം.
നിങ്ങൾ ശ്രമിച്ചു നോക്കൂ കൂട്ടുകാരെ, അപ്പോൾ ശരിയാകും. സ്പ്രേ ചെയ്താൽ മതി. ഒരു മുറി നാരങ്ങ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്യുക. ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. ചോട്ടിലും ഒഴിക്കാം. കേട്ടോ, എന്തേരം ഇലയാന്ന് നോക്കി, കേടൊന്നുമില്ലാത്ത. ഞാൻ എപ്പോഴും ഇങ്ങനെ മണ്ട ഒടിച്ചൊടിച്ചാണ് എടുക്കുന്നത്. ഒരു വർഷം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, ഓസ്ട്രേലിയയിലായിരുന്നു. അതുകൊണ്ട് ഓടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പൊങ്ങിപ്പോയി ഇച്ചിരി. ഉണ്ടോ, എന്നാലും കേടൊന്നും ഇല്ല, തഴച്ച് വളർന്ന് പോവാണ്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തളിരലിടുമ്പോൾ പ്രത്യേക ടേസ്റ്റും മണവുമുണ്ട് കറിക്കകത്തൊക്കെ. ഇനി ഒടിച്ചൊടിച്ചെടുത്താൽ അപ്പോൾ എപ്പോഴും തളിരില കാണും. താങ്ക് യു സോ മച്ച്. കണ്ടോ, വേരിൽ നിന്നൊക്കെ എത്ര തൈകളെന്ന് മുളച്ച് വരുന്നത് നോക്കാം. കണ്ടോ, ഇതുപോലെ ഒഴിക്കണം. മോര് 1/4 ഗ്ലാസ് മോര് 2-3 ഗ്ലാസ് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാം. സ്പ്രേ ചെയ്ത് ഒഴിക്കാം. ഞാനിവിടെ തളിക്കുക ചെയ്ത്. നിറയെ നല്ലപോലെ കേടൊന്നുമില്ല, നിറയെ ഇലകൾ വരും. കണ്ടോ, നാരങ്ങ നമ്മൾ പിഴിഞ്ഞതിൻ്റെ ബാക്കി തൊണ്ടില്ലേ, ആ തൊണ്ട് ഇങ്ങനെ വെള്ളത്തിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ 5 മില്ലി എടുത്ത് ഇല്ലേ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി. ചോട്ടിൽ ഒഴിക്കാം. പിന്നെ ഇത് മോര് കഞ്ഞിവെള്ളത്തിൽ